നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടോ? നിങ്ങളിപ്പോഴും എണ്ണയും അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണോ മുട്ടുവേദനയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നത്? ശരിക്കും മുട്ടുവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ? നമ്മളുടെ നീയില് പല മസിൽസുകളും വീക്ക് ആവുന്നതുകൊണ്ടാണ്. മസിൽസ് കൊണ്ടുള്ളൊരു കോമ്പിനേഷനാണ് ശരിക്കും നീ എന്ന് പറയുന്നത്. അതായത് ശരിക്കും നീ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു നീ ജോയിൻ്റ് ആണ്. ഇതിൻ്റെ ഇവിടെയാണ് പെറ്റ്ല സ്ഥിതി ചെയ്യുന്നത്. സോ ഇതിലേക്ക് വന്നിട്ട് ക്വാഡ്രിസെപ്സ് മറ്റ് മസിൽസുകൾ അറ്റാച്ച്ഡ് ആയിട്ടേ വരികയാണ്. സോ ഈ മസിൽസുകൾ കാലാന്തരമായിട്ട് വീക്ക് ആവുകയും ചിലർ മെഡിസിൻസ് എടുക്കുന്നതുകൊണ്ട് വീക്ക് ആവുകയും ചിലർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ട് വീക്കാവുകയും അല്ലെങ്കിൽ പ്രായം കൂടുന്നത് കൊണ്ട് വീക്കാവുകയും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വീക്കാവുകയും അങ്ങനെ പല കാരണത്താൽ ഓരോരുത്തർക്കും വീക്കാവാം. അത് ഇന്ന കാരണത്താലാണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം എന്തുകൊണ്ടാണ് വീക്ക് ആവുന്നതെങ്കിലും നമ്മളുടെ മസിൽസിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ മസിൽസും ഒരുമിച്ച് വീക്ക് ആവണമെന്നുമില്ല കാരണത്താൽ. അപ്പം നമ്മൾ വീക്ക് ആവുന്ന മസിൽസിനെ കറക്റ്റായിട്ട് കണ്ടെത്തി ആ മസിൽസിനെ കറക്റ്റായിട്ട് അതിനെ സ്ട്രെങ്തനിങ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അങ്ങനെ സ്ട്രെങ്തനിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് മുട്ടിന് തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന, ബെഡിൽ നിന്ന് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നിട്ട് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നിലത്തോട്ട് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് പെട്ടെന്ന് കാലിന് മസിൽ കയറുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഒരു 90% വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൊണ്ട് കുറേ കാലഘട്ടമായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് സഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറെ ഗൈഡൻസും കൂടി വേണം അതിൻ്റെ കൂടെ. അപ്പോഴേ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും. എല്ലാവരും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും.